ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ഇന്നെടുത്തിരിക്കുന്നതായിട്ടുള്ള വേദഭാഗം കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം, അതിൻ്റെ 4-ാമത്തെ അധ്യായം, അതിൻ്റെ 7-ാമത്തെ വാക്യം മുതൽ താഴോട്ട് പ്രകാരം പറയുന്നു: എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിൻ്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നു ഉള്ളത്. എൻ്റെ വചനങ്ങൾക്കായിട്ട് ദൈവത്തെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നതായിട്ടുള്ളൊരു കാര്യം, എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല. ആമേൻ, ഹല്ലേലൂയ. ഒരു അത്യന്ത ശക്തിയെക്കുറിച്ച് ഇവിടെ പറയുന്നു. നമുക്കറിയാം, അപ്പോസ്തല പ്രവൃത്തികളിൽ 1:8 പറയുന്നു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ആമേൻ, ഹല്ലേലൂയ. എന്നിട്ട് ലോകത്തിൻ്റെ അറ്റത്തോളം, ശമര്യയിലും എല്ലായിടത്തും ലോകത്തിൻ്റെ അറ്റത്തോളം നിങ്ങൾ സാക്ഷികളാകുമെന്നുള്ള വചനമുണ്ട്. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ശക്തി കൊണ്ടോ നമ്മുടെ ബലം കൊണ്ടോ ഒന്നും നമുക്ക് ചെയ്യുവാൻ ചിലപ്പോൾ സാധ്യമല്ല. എന്നാൽ ദൈവത്തിൻ്റെ ശക്തി, അത്യന്ത ശക്തി, സ്വർഗത്തിൽ നിന്ന് ദൈവിക ശക്തി നമ്മളുടെ മേൽ ഇറങ്ങുന്ന ഉടനെ നമ്മൾ അന്ന് വരെ അനുഭവിച്ചിട്ടില്ലാത്തതായിട്ടുള്ള ഒരു വലിയ ശക്തി നമ്മളെ നയിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല. ആമേൻ, ഹല്ലേലൂയ. അവർ ദൈവികമാകുന്ന കാര്യങ്ങൾ, ദൈവത്തിൻ്റെ വേല ചെയ്തുകൊണ്ട് ജീവിക്കുന്നവർ പല പ്രതികൂലങ്ങളിൽ കൂടെ അവർ കടന്നു പോകുന്നു. പല പ്രയാസങ്ങളും കഷ്ടങ്ങളും കർത്താവിൻ്റെ നാമം പ്രചരിക്കുന്നതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ ആമീൻ കടന്നു വരുന്നു. എങ്കിലും അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട്, ആമീൻ, ഹല്ലേലൂയ, ഈ കർത്താവിന് വേണ്ടി മുമ്പോട്ട് ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും ഒക്കെ അവരെ കൊണ്ട് സാധിക്കുന്നു. എങ്കിലും അതിന് അവർക്കുണ്ടാകുന്നതായിട്ടുള്ളൊരു ശക്തിയോ ബലവോ പോരാ. ആമീൻ. 84-ാമത്തെ സങ്കീർത്തനത്തിൽ പറയുന്നത്, ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. ആമീൻ. അവർ കണ്ണുനീരിനെ ജലാശയമാക്കി തീർക്കുന്നു. പറയുന്നത്, നിൻ്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ നിന്നെ നിത്യം സ്തുതിച്ചുകൊണ്ടിരിക്കും. ബലം നിന്നിലുള്ള മനുഷ്യർ ഭാഗ്യവാന്മാർ, അവർ 84-ാമത്തെ അധ്യായം, ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട്. കണ്ണുനീർ താഴ്വരയിൽ കൂടെ കടക്കുമ്പോൾ അവർ ഇതിനെ ജലാശയമാക്കി തീർക്കും. അപ്പോൾ ഈ ഒരു അത്യന്ത ശക്തിയുണ്ട്, ഈ ഒരു വലിയ ബലം, ആമീൻ, ഹല്ലേലൂയ, നമ്മളിലുണ്ട്. നമ്മുടെ സ്വന്തമെന്നല്ല. നമുക്ക് ശരീരത്തിൽ ഒരു പരിധി വരെ നമുക്ക് ബലവും ശക്തിയും ഒക്കെയുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവ് നമ്മളുടെ ഉള്ളിലുള്ളപ്പോൾ, ആമീൻ, ഹല്ലേലൂയ, നമുക്ക് ആ വേണ്ടതായിട്ടുള്ള ഒരു എക്സ്ട്രാ ആയിട്ടുള്ള ഒരു ബലവും ശക്തിയും നമുക്ക് തരും. നമുക്കറിയാം, മോശയെ ഇസ്രായേൽ മക്കളെ നയിക്കുവാനായിട്ട് 40 വർഷം ആമീൻ തിരഞ്ഞെടുത്തു. അനേക ബലഹീനതകളുണ്ടെങ്കിലും മോശയെ തന്നെ കർത്താവ് വാർത്തെടുത്തു, പണിതെടുത്തു, ബലമുള്ളവനാക്കി. ആമീൻ, മോശയെ തന്നെ എടുത്ത് ഉപയോഗിച്ചതായിട്ട് നാം അറിയുന്നു. അതുപോലെ ബൈബിളിൻ്റെ ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് എല്ലാവർക്കും, അവരാരും ഭയങ്കരമായിട്ട് വലിയ ആൾക്കാരൊന്നും അല്ലായിരുന്നു. സാധാരണപ്പെട്ട ഒരു മനുഷ്യൻ, ആമീൻ, ഹല്ലേലൂയ. തിസ്ബയിൽ നിന്നുള്ള ഏലിയാവിനെ കുറിച്ച് വേറെ ഒന്നും പറയുന്നില്ല. ആ ഏലിയാവിനെ എടുത്ത് ഭയങ്കരമായിട്ട് കർത്താവ് ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് ഡേയ്സിൽ ഉപയോഗിച്ചതായിട്ട് നാം കാണുന്നു. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പറയുന്നത് ഒരു ശക്തിയെക്കുറിച്ച്. ഈ ശക്തി, ആമീൻ, ഹല്ലേലൂയ, ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിൻ്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നു ഉള്ളത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും ഇന്ന് നമ്മൾ ശക്തിയുള്ളവരാകുവാൻ, ബലമുള്ളവരാകുവാൻ, ആമീൻ, ഹല്ലേലൂയ, നമുക്ക് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ശാരീരികമായിട്ടുള്ള വേദനകളുണ്ട്, പ്രയാസങ്ങളുണ്ട്, അസുഖങ്ങളുണ്ട്, ജോലി ചെയ്യുവാൻ കഴിയാതെ നമ്മൾ പ്രയാസപ്പെടുന്നവരായിരിക്കാം, അല്ലെങ്കിൽ അനേക വർഷങ്ങളായിട്ട് നമ്മൾ രോഗത്തിലായിരിക്കുന്നവരായിരിക്കാം. ആമീൻ, ഹല്ലേലൂയ, പല കഷ്ടങ്ങൾ കൂടെ കടന്നു പോകുന്നവരായിരിക്കാം. എന്നാൽ നമ്മുടെ കഴിവോ നമ്മുടെ ശക്തിയോ നമ്മുടെ ബലമോ ഇതുകൊണ്ടൊന്നും നമുക്ക് ഇതിനെ അതിജീവിക്കുവാനായിട്ട് സാധിക്കത്തില്ല. കർത്താവിങ്കിൽ നിന്നുള്ള അത്യന്ത ശക്തി നമ്മളുടെ മേൽ വരണം. ആമീൻ. നമ്മളെ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും ഇന്ന് മതിയായവനാകുന്നു. ആമീൻ, ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവികമാകുന്ന ശക്തി, പൗലോസ് പറയുന്ന പോലെ, ഇത് ദൈവത്തിൻ്റെ ദാനമാകുന്നു.
നമുക്കെല്ലാവർക്കും തീർച്ചയായിട്ടും ഈ ഒരു ശക്തി നമ്മളിൽ ഒളിഞ്ഞുണ്ട്, നമ്മളിലുണ്ട്. ആ ശക്തി നമ്മൾ എടുക്കണം. ആമീൻ, ഹല്ലേലൂയ. അത് പ്രയോഗിക്കണം. ഈ ശക്തി, അത്യന്ത ശക്തി കൊണ്ട് നമ്മൾ നല്ല ബലമുള്ളവരായിരിക്കണം. കർത്താവിന് വേണ്ടി കർത്താവിൻ്റെ വേലയിൽ നമ്മൾ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെട്ട് എഴുന്നേൽക്കുക. താഴോട്ട് പറയുന്നുണ്ട്, നമ്മൾ എഴുന്നേറ്റാൽ മാത്രമേ നമുക്ക് ജഡത്തിൻ്റെ ആഗ്രഹങ്ങളെ, ഇച്ഛകളെ, ജഡത്തിൻ്റെ പ്രവൃത്തികളെ, ലോകം, പാപം, പിശാച്, ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ഇതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കത്തുള്ളൂ. നമ്മുടെ അകത്തുള്ള മനുഷ്യൻ ബലപ്പെട്ട് എഴുന്നേൽക്കണം. ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല. ഇവിടെ പൗലോസ് പറയുന്നത്, ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ മേൽ ഉള്ളതുകൊണ്ട് അവർ നമ്മളെപ്പോലെ തന്നെ, നമ്മളെക്കാട്ടിൽ ധാരാളമായിട്ട് സകല വിധത്തിലും അവർ കഷ്ടം സഹിക്കുന്നവരാ. പക്ഷേ അവർ ഇടുങ്ങിയിരിക്കുന്നില്ല. ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല. പലതരത്തിലുള്ള, ഈ ലോകത്തിൽ ജീവിക്കുന്ന പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരും. പക്ഷേ അവർ ഒന്നുകൊണ്ടും നിരാശപ്പെടുന്നില്ല. ദൈവം നമ്മുടെ കൂടെ ഉള്ളപ്പോൾ, കർത്താവ്, ദൈവത്തിൻ്റെ, ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ കർത്താവിൻ്റെ പ്രസൻസ്, ദൈവത്തിൻ്റെ പ്രസൻസ്, സാന്നിധ്യം നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നമുക്ക് സകലത്തെയും അതിജീവിക്കുവാനും അതിൽ കൂടെ കടന്നു പോകാനായിട്ട് പ്രത്യേകമാകുന്ന ഒരു ബലവും അത്യന്ത ശക്തിയും നമുക്ക് നൽകും. ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല, ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല, വീണ് കിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല. ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് നമ്മുടെയും ജീവിതത്തിൽ പൗലോസ് ഇവിടെ എഴുതിയ പോലെ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്, പ്രയാസമുണ്ട്, നിരാശയുണ്ട്, ഉപദ്രവമുണ്ട്. ഹല്ലേലൂയ. കഷ്ടം സഹിക്കുന്നവർ നമ്മളും ഈ ഇതിൽ കൂടെയൊക്കെ കടന്നു പോകുന്നവരാകുന്നു. പൗലോസ് പറയുന്ന പോലെ നമുക്കും ഹല്ലേലൂയ, ഓരോ ദിവസവും ദൈവം നമ്മെ മുമ്പോട്ട്, നമ്മൾ ഉപേക്ഷിക്കപ്പെടുന്നില്ല, നമ്മൾ ഇടുങ്ങിയിരിക്കുന്നില്ല, നമ്മൾ നിരാശപ്പെടുന്നില്ല. അങ്ങനെ നമ്മുടെ ജീവിതം മുമ്പോട്ട് പോകാനായിട്ട് നമ്മളെ സഹായിക്കണം. വീണ് കിടക്കുന്നവരെങ്കിലും നശിച്ച് നമ്മൾ പോകുന്നില്ല. യേശുവിൻ്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിൻ്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ ഒരൊറ്റയൊരു ചിന്ത, നമ്മളിൽ കൂടെ എൻ്റെ ദൈവം മഹത്വപ്പെടണം. യേശുവിൻ്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടണം. യേശു ജീവിക്കുന്നു എന്ന് നമ്മുടെ ശരീരത്തിൽ കൂടി, നമ്മുടെ പ്രവൃത്തിയിൽ കൂടി ഹല്ലേലൂയ വെളിപ്പെടേണ്ടതിന് യേശുവിൻ്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു. ശരീരത്തിൽ എന്തെല്ലാം പ്രയാസങ്ങളുണ്ടായാലും നമ്മൾ വീണ് കിടക്കുന്നില്ല, നമ്മൾ നിരാശപ്പെട്ടു പോകുന്നില്ല. കർത്താവിന് വേണ്ടി ഹല്ലേലൂയ ജീവിക്കുന്നവരായതുകൊണ്ട് യേശുവിൻ്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് നമ്മുടെ ഉള്ളിൽ ആരാകുന്നു? പരിശുദ്ധാത്മാവ് വസിക്കുന്നു. അതുകൊണ്ട് യേശുവിൻ്റെ ജീവൻ നമ്മളുടെ ഉള്ളിലുണ്ട്. യേശുവിൻ്റെ മരണം എപ്പോഴും നമ്മൾ വഹിക്കുന്നവരാകുന്നു. നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നിടത്തോളം കാലം തീർച്ചയായിട്ടും നമ്മൾ യേശുവിൻ്റെ മരണം, യേശുവിന് വേണ്ടിയുള്ള കഷ്ടം സഹിക്കണം. യേശുവിന് വേണ്ടിയുള്ള പഴി, ദുഷി, നിന്ന, ഇതെല്ലാം സഹിച്ച് മുമ്പോട്ട് പോകേണ്ടവരാകുന്നു നമ്മൾ. ഞങ്ങളുടെ മർത്യ ശരീരത്തിൽ യേശുവിൻ്റെ ജീവൻ വെളിപ്പെടേണ്ടതിന് ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ എപ്പോഴും യേശു നിമിത്തം മരണത്തിന് ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ മർത്യ ശരീരത്തിൽ യേശുവിൻ്റെ ജീവൻ വെളിപ്പെടണം. അപ്പം നമ്മുടെ ഒരൊറ്റ ഉദ്ദേശമായിരിക്കണം, ഒരു എയിമായിരിക്കണം, നമ്മുടെ മർത്യ ശരീരത്തിൽ യേശുവിൻ്റെ ജീവൻ വെളിപ്പെടണം. ജീവിക്കുന്ന യേശു ഇന്ന് നമ്മുടെ കൂടെയുണ്ട്, എൻ്റെ ശരീരത്തിൽ വസിക്കുന്നുണ്ട്. അത് ജീവിച്ചിരിക്കുന്ന അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ജീവിച്ചിരിക്കുന്ന നമ്മളെല്ലായ്പ്പോഴും യേശു നിമിത്തം മരണത്തിന് ഏൽപ്പിക്കുന്നു. അനേക കഷ്ടങ്ങൾ കൂടി മരിക്കുന്ന അവസ്ഥയിൽ ആ മരണത്തിൻ്റെ താഴ്വരയിൽ കൂടെ ഒക്കെ കടന്നു പോകേണ്ടി വരും. പക്ഷേ എന്നാലും ഇതെന്തിനാകുന്നു? യേശുവിൻ്റെ ജീവൻ എന്നിൽ കൂടി വെളിപ്പെടേണ്ടതിനാകുന്നു. യേശു നിമിത്തം മരണത്തിൽ ഏൽപ്പിക്കപ്പെടുന്നു. അങ്ങനെ ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും. നമ്മൾ മരണത്തിൻ്റെ അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്ന ഉടനെ അനേക മനുഷ്യർ നമ്മളെ കണ്ട് അനേകർ കർത്താവിലോട്ട് വരുന്നവരായിട്ട് മാറും. ഞാൻ വിശ്വസിച്ചു, അതുകൊണ്ട് ഞാൻ സംസാരിച്ചു എന്ന് എഴുതിയിരിക്കുന്ന പോലെ വിശ്വാസത്തിൻ്റെ അതേ ആത്മാവ് ഞങ്ങൾക്കുള്ളതിനാൽ ഞങ്ങളും വിശ്വസിക്കുന്നു, അതുകൊണ്ട് സംസാരിക്കുന്നു. കർത്താവായ യേശുവിനെ ഉയർപ്പിച്ച അവൻ ഞങ്ങളെയും യേശുവിനോട് കൂടെ ഉയർപ്പിച്ച് നിങ്ങളോട് കൂടെ തിരുസന്നിധിയിൽ നിർത്തും. അതിൻ്റെ 16-ാമത്തെ വാക്യം, അതുകൊണ്ട് ഞങ്ങൾ ധൈര്യപ്പെടാതെ, ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നുവെങ്കിലും ഞങ്ങളുടെ അകമേയുള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ഓരോ വിശ്വാസിയുടെയും ജീവിതത്തിൽ നടക്കേണ്ടതായിട്ടുള്ള, നമ്മുടെ പുറമേയുള്ള മനുഷ്യൻ, നമ്മൾ പ്രായമാകുമ്പോൾ നമുക്ക്
ധാരാളം രോഗങ്ങളും നമ്മുടെ നമ്മുടെ കണ്ണ് കാണാൻ പ്രയാസം വരും, വർത്തമാനം പറയാൻ ചിലപ്പം പ്രയാസം വരും, പഴയതുപോലുള്ള ജോലികൾ ചെയ്യുവാൻ പ്രയാസം വരും. ആമേൻ. കർത്താവിന് വേണ്ടി പഴയതുപോലെ ജീവിക്കുവാനും പ്രവർത്തിക്കാനും ഒക്കെ നമുക്ക് പ്രയാസം വരും, പുറമേ ഉള്ള മനുഷ്യൻ. എന്നാൽ അതുകൊണ്ട് ധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേ ഉള്ള മനുഷ്യൻ, അതുകൊണ്ട് ഇതെല്ലാം സംഭവിക്കുന്നുണ്ട്. നമ്മൾ അധൈര്യപ്പെട്ടു പോകരുത്. നമ്മൾ ശക്തിയുള്ളവരായിരിക്കണം, നമ്മൾ ബലമുള്ളവരായിരിക്കണം, ഉറപ്പുള്ളവരായിരിക്കണം, യേശുവിലുള്ള പൂർണ്ണ ആ ഒരു വിശ്വാസമുള്ളവരായിരിക്കണം. നമ്മുടെ പുറമേ ഉള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നെങ്കിലും തീർച്ചയായിട്ടും പുറമേ ഉള്ള മനുഷ്യൻ ആ ഒരവസ്ഥയിലോട്ട് ക്ഷയിച്ചു പോകും. നമ്മൾ പ്രായം കൂടുന്ന ഉടനെ നമ്മുടെ പുറമേയുള്ള മനുഷ്യന് കേടുപാട് വരും. എങ്കിലും ഞങ്ങളുടെ അകമേയുള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു. നമ്മുടെ അകത്തെ മനുഷ്യൻ, അകമേയുള്ളവൻ നാൾക്ക് നാൾ നമ്മൾ പുതുക്കം പ്രാപിക്കുക. അതെങ്ങനെ? നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിൻ്റെ നിത്യകനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. കാണുന്നതിനെയല്ല കാണാത്തതിനെ അത്രയും ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. കാണുന്നത് താൽക്കാലികം, കാണാത്തത് അതോ നിത്യം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ കാണുന്നതിനെയല്ല കാണാത്തതിനെ നമ്മൾ അത്രയും ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാണുന്നത് താൽക്കാലികം, ഇപ്പം കാണുന്നതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകും. ആമീൻ. കാണാത്തതോ നിത്യം. ആമീൻ. അതുകൊണ്ട് നമ്മൾ വായിച്ച ഈ ഭാഗത്തുനിന്ന് കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്, നമ്മുടെ പുറമേ ഉള്ള മനുഷ്യൻ നമ്മൾ മനസ്സിലാക്കണം. ചിലപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എന്താ എനിക്ക് ഇത്രയും പ്രയാസം വരുന്നത്, നടക്കാനുള്ള പ്രയാസമുണ്ട്, എനിക്ക് പഴയതുപോലെ ജോലി ചെയ്യുവാനായിട്ട് സാധിക്കുന്നില്ല, അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ചേക്കാം. നമ്മൾ അധൈര്യപ്പെട്ടു പോകത്തക്ക രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങൾ നമുക്ക് സംഭവിച്ചേക്കാം. എന്നാൽ ദൈവത്തിൻ്റെ വചനം ഇന്ന് നമ്മോട് സംസാരിക്കുന്നത് ഈ അത്യന്ത ശക്തി എൻ്റെ സ്വന്തമെന്നല്ല. അപ്പോൾ നമുക്ക് വേണ്ടത് ഈ അത്യന്ത ശക്തിയാകുന്നു. ഈ ശക്തി നമ്മളുടെ മേൽ വരണം. ആമീൻ. ഈ ശക്തി നമ്മുടെ മേൽ വരുന്ന ഉടനെ നമ്മളെ കുതിച്ചുയരുവാനായിട്ട് നമ്മളെ സഹായിക്കും. കഴുകിനെ പോലെ ബാല്യക്കാരോ ഇടറി വീഴും, യൗവനക്കാരോ തളർന്നു പോകുമെന്നാൽ യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് പറന്നു വരും. ആമീൻ. ഹല്ലേലൂയ. അപ്പോൾ നമുക്കും നമ്മുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചാലും, നമ്മൾ പ്രായത്തിലൊക്കെ അധികം കടന്നു വന്നാലും, നമ്മുടെ അകമേയുള്ള മനുഷ്യൻ ശക്തിയോടെ ബലപ്പെട്ട് എഴുന്നേൽക്കണം. അതിന് നമ്മൾ എല്ലാ ദിവസവും നമ്മൾ കർത്താവുമായിട്ടുള്ള ഒരു ബന്ധം, നമ്മൾ നന്നായി മണിക്കൂറുകൾ നമ്മൾ പ്രാർത്ഥിക്കണം. 1 മണിക്കൂർ പോരാ, അനേക സമയം നമ്മൾ ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കണം. അതുപോലെ വചനമാകുന്നു നമ്മളെ കഴുകുന്നത്. വചനം എത്രയും വചനം എത്രയും നമ്മൾ ഭക്ഷിക്കുന്നോ നമ്മൾ ബലമുള്ളവരായിട്ട് നമ്മൾ തീരുകയാകുന്നു. നമ്മുടെ ബലഹീനതകളെ എല്ലാം കഴുകിക്കളഞ്ഞ് മാറ്റിക്കളഞ്ഞ് നമ്മളെ ബലമുള്ളവരാക്കി തീർക്കുന്നത് ദൈവത്തിൻ്റെ വചനം. ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതാണ്. ഇരുവായ്ത്തിലുള്ള വാളിനേക്കാൾ മൂർച്ചയേറിയതായിട്ടുള്ള ദൈവത്തിൻ്റെ വചനമാകുന്നു. അത് സന്ധി മജ്ജകളെ വേർപിടിക്കുന്നവരെയും തുളച്ചു കയറുകയും ആത്മാവിനെയും പ്രാണനെയും വിവേചിക്കുന്ന ആ ദൈവത്തിൻ്റെ വചനം നമുക്കത് ഏറ്റെടുക്കണം, നമ്മളത് ഭക്ഷിക്കണം, നമ്മളതനുസരിച്ച് ജീവിക്കണം. ഇത് ഏതെങ്കിലും ഒരു ദിവസം വായിച്ചാൽ പോരാ, ഡെയിലി നമ്മൾക്ക് ആമീൻ ഹല്ലേലൂയ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം. എപ്പോഴും രാവിലെയും വൈകിട്ടും ഉച്ചയ്ക്കും രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാനെന്നല്ലേ നമ്മളോട് സങ്കീർത്തനത്തിൽ പറയുന്നത്. ആമീൻ ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ വചനം, ഈ വചനം നമ്മളെ പുതുതായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നു. വചനം അയച്ച് കർത്താവ് അവരെ സൗഖ്യമാക്കി. വചനം ചെല്ലുന്നിടത്തൊക്കെയും ഇതൊരു ഔഷധമാകുന്നു. അതുകൊണ്ട് നമ്മൾ രോഗികളായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ ഈ വചനം നമ്മൾ ഭക്ഷിച്ചു കഴിഞ്ഞാൽ ഇതൊരു ഔഷധമായിട്ട് നമുക്കത് മാറും, നമ്മളെ ബലപ്പെടുത്തും. ആമീൻ ഹല്ലേലൂയ. അതുകൊണ്ട് ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല. അതുകൊണ്ട് നമുക്ക് ഈ അത്യന്ത ശക്തി, സ്വർഗത്തിൽ നിന്നുള്ള ശക്തി നമ്മൾ എല്ലാവരും ഈ ദിവസങ്ങളിൽ നമുക്ക് പ്രാപിച്ചെടുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ധൈര്യമായിട്ട് ജീവിക്കാൻ, നമുക്ക് ഇനിയും മുമ്പോട്ട് പോകാൻ അനേക വർഷങ്ങളുണ്ട്. അല്ലെങ്കിൽ ഇനിയും കർത്താവിൻ്റെ വേലയിലൊക്കെ ആയിരിക്കാനായിട്ട് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ബലം വേണം, ശക്തി വേണം, ഉന്മേഷം വേണം, പ്രാപ്തി വേണം. ആമീൻ ഹല്ലേലൂയ. എനർജി വേണം, എല്ലാം വേണം. അതുകൊണ്ട് നമുക്ക് നമ്മുടെ സ്വന്തം ഭക്ഷണം, ഈ ലോകത്തിൽ കിട്ടുന്ന ഭക്ഷണമോ പാലോ ഒന്നും കുടിച്ചതുകൊണ്ട് മാത്രമല്ല, നമ്മൾ വചനമാകുന്ന കട്ടിയുള്ള ആഹാരം തരുന്ന ദൈവത്തിൻ്റെ വചനം നമ്മൾ ഡെയിലി ഭക്ഷിക്കുന്നവരായിട്ട് നമ്മൾ മാറണം. അതനുസരിച്ച് നമ്മുടെ ഈ വചനത്തിൽ കൂടെ ഈ അത്യന്ത ശക്തി നമ്മുടെ ശരീരത്തിലേക്ക് ഇറങ്ങുവാൻ
നമ്മളെ ബലപ്പെടുത്തുവാനായിട്ട്. ആമേൻ. ഞങ്ങളുടെ സ്വന്തമെന്നല്ല ദൈവത്തിൻ്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നു നൽകിയിരിക്കുന്നത്. കർത്താവ് നമ്മുടെ ഈ മൺപാത്രങ്ങളിലാകുന്നു ഈ അത്യന്ത ശക്തി പകർന്നിരിക്കുന്നത്. അതുകൊണ്ട് ഒരുപക്ഷെ നമുക്ക് അറിയത്തില്ലായിരിക്കാം, നമുക്ക് തന്നെത്താനും നമുക്ക് എത്രമാത്രം ബലം കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട് എന്ന് നമുക്ക് ഒരുപക്ഷെ അറിയത്തില്ലായിരിക്കാം. പക്ഷേ ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്ന ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ഇത് ഈ മൺപാത്രങ്ങളിലാവുന്നു കർത്താവ് നമുക്ക് പകർന്നു തന്നിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാത്തിനെയും അതിജീവിക്കുവാനായിട്ട് ഈ ശക്തി നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്ന ഉടനെ ഹല്ലേലൂയ, സകലത്തെയും അതിജീവിക്കുവാൻ, സകലത്തിൽ കൂടെ നമുക്ക് ഒന്ന് കടന്നു പോകാനൊക്കെ ദൈവം നമുക്ക് കൃപ തരും. അവൻ്റെ സാന്നിധ്യം നമ്മോട് കൂടെ പോരും. കർത്താവിൻ്റെ സ്വസ്ഥത നമ്മുടെ ജീവിതത്തിലേക്ക് പകർന്നു തരും. അങ്ങനെ നമുക്ക് ദൈവത്തോടു കൂടെ ജീവിപ്പാനായിട്ട് കർത്താവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. അതുകൊണ്ട് നമ്മൾ നിരാശപ്പെട്ടു പോകരുത്. ഭാരങ്ങൾ, പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ, കഷ്ടങ്ങൾ, പട്ടിണി, കരച്ചിൽ എല്ലാം വന്നു കഴിഞ്ഞാലും നമുക്കറിയണം, നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുന്നിടത്തോളം നമുക്ക് ഹല്ലേലൂയ, എല്ലാം നമ്മൾ ഈ പാപത്തിൻ്റെ സാന്നിധ്യത്തിലാകുന്നു നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഈ ലോകത്തിൽ നടക്കുന്നതെല്ലാം നമുക്കും അത് ബാധിച്ചേക്കാം. എന്നാൽ അത് വരുന്ന ഉടനെ നമ്മൾ നിരാശപ്പെട്ടു പോകാനല്ല, അല്ലെങ്കിൽ നമ്മൾ ഇടുങ്ങിയിരിക്കുന്നവരായിരിക്കുവാനല്ല, അല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെട്ടവരായിട്ട് മാറി നിൽക്കുന്നവരായിട്ടല്ല. എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ട്. കർത്താവ് എന്നെ കൈപിടിച്ച് നടത്തും. ഒരിക്കലും എൻ്റെ കൈ വിടത്തില്ല എന്നുള്ള പരിപൂർണമായിട്ടുള്ള വിശ്വാസം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരണം. ഈ അത്യന്ത ശക്തിയാകുന്നു ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഇന്നത്തെ എൻ്റെ ഈ ചെറിയ മെസ്സേജിൽ. ഈ ദൈവിക ശക്തി, ഉയരത്തിൽ നിന്നുള്ള ശക്തി നമ്മുടെ ഓരോരുത്തരുടെയും ശരീരത്തിൽ വന്നെങ്കിലേ നമുക്കൊന്ന് കുതിച്ചുയരുവാനായിട്ട് സാധിക്കത്തുള്ളൂ. നമുക്ക് അങ്ങ് തീരെ വയ്യാതിരിക്കുന്ന സമയത്ത് പോലും നല്ലൊരു പ്രാർത്ഥന, നല്ലൊരു ആരാധന, നല്ലൊരു ദൈവികമാകുന്ന ആ ഒരു ബന്ധം കിട്ടുമ്പോഴത്തേനും നമ്മൾ എന്തെന്നില്ലാത്ത ശക്തി നമ്മളുടെ മേൽ കടന്നു വരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ എല്ലാവരും ഈ അത്യന്ത ശക്തി നമ്മുടെ ഉള്ളിലുണ്ട്, നമ്മുടെ ജീവിതത്തിലുണ്ട്. അപ്പോസ്തല പ്രവൃത്തികൾ അതിൻ്റെ 1:8 പറയുന്ന പോലെ ഹല്ലേലൂയ, ഈ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ ശരിയായിട്ട് സാക്ഷികളായിട്ട്, ദൈവത്തിൻ്റെ സാക്ഷികളായിട്ട് നമ്മൾ മുമ്പോട്ട് ജീവിക്കണമെങ്കിൽ നമുക്ക് ഈ ശക്തി ആവശ്യമാകുന്നു. ഹല്ലേലൂയ. ഈ ശക്തി കർത്താവ് നമ്മളെ ശക്തീകരിച്ചാൽ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട്, ഹല്ലേലൂയ, നമ്മളിന്ന് പരിശുദ്ധാത്മാവ് ഉള്ളവരാകുന്നു. ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് എഴുന്നേറ്റ് കർത്താവിന് വേണ്ടി പ്രവർത്തിക്കണം, എഴുന്നേറ്റ് കർത്താവിന് വേണ്ടി ജീവിക്കണം. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകുമെന്ന് പറയും. അതുകൊണ്ട് ഈ അത്യന്ത ശക്തി നമ്മുടെ ശരീരത്തിലേക്ക് തന്ന ദൈവത്തിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. നമുക്ക് എന്തെല്ലാം പ്രയാസം വന്നാലും അതിനെ അതിജീവിക്കുവാനായിട്ട് കർത്താവിൻ്റെ ശക്തി നമ്മളുടെ ഉള്ളിലുണ്ട്, നമുക്കുണ്ട്. ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിച്ച് കൂടുതൽ ശക്തിപ്പെട്ട് ദൈവത്തിന് വേണ്ടി ജീവിക്കുവാനായിട്ട് ഈ വചനം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.